നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജയപ്രകാശ് കോക്കാട് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് DSLR ക്യാമറയിൽ എങ്ങനെ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. DSLR ക്യാമറയിൽ സാധാരണ DSLR ക്യാമറകളിലൊക്കെ ഇൻപുട്ടായിട്ട് മൈക്കിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് എക്സ്റ്റേണലായിട്ട് നല്ലൊരു മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതെങ്ങനെ റെക്കോർഡിംഗ് ആവും എന്നതിനെ കുറിച്ചാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒരുപാട് ഈ ഒരു കോമിക്ക എന്ന ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് ഇത് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകളുമായിട്ട് ചോദിച്ചപ്പോൾ ആർക്കും എങ്ങനെ ഇത് റെക്കോർഡിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യാൻ അറിയുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മൈക്ക് നമ്മളിതിൽ കുത്തി കഴിയുമ്പോൾ ഇത് റെക്കോർഡാവുന്നില്ല. എക്സ്റ്റേണൽ മൈക്ക് റെക്കോർഡാവുന്നില്ല. ആ DSLR ക്യാമറയുടെ ആ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തോ സെറ്റിങ്സ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുമായിട്ടും വീഡിയോഗ്രാഫേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഈ ക്യാമറയൊക്കെ വിൽക്കുന്ന കടകളുമായിട്ടും ഒക്കെ സംസാരിച്ചു. അവരെ കൊണ്ട് ചെന്ന് ക്യാമറ കൊണ്ട് കാണിച്ചു. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതെങ്ങനെ കണക്ട് ചെയ്യും, എങ്ങനെയാണിത് ഇത് ശരിയാകുന്നത്, ഈ റെക്കോർഡിങ് എങ്ങനെ ശരിയാവും എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒരു 2-3 മാസം ഞാൻ ഈ മൈക്ക് ഇവിടെ തന്നെ വെച്ചിരുന്നു. ഒരു 2200 പുറത്ത് രൂപയാണ് ഇതിൻ്റെ ഒരു വില. അപ്പോൾ ആകെ വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും. അങ്ങനെ ഇവിടെ വെച്ചിരുന്നു. ഒരു ദിവസം ഞാൻ എന്തായാലും സർവ്വവിജ്ഞാന കോശം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഗൂഗിളിനോടൊന്ന് ചോദിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച്, ഇത് എങ്ങനെ കണക്ട് ചെയ്യാം, DSLR ക്യാമറയിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഒരുപാട് വീഡിയോസ്. അതിൽ ഒരെണ്ണം പോലും മലയാളം കണ്ടില്ല. ഞാൻ മലയാളം എന്ന് അടിച്ചു കൊടുത്തിട്ട് പോലും വരുന്നതെല്ലാം ഹിന്ദിയും അതുപോലെ ഇംഗ്ലീഷുമാണ്. അപ്പോൾ സാധാരണ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിനി പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് DSLR ക്യാമറ ഉപയോഗിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നവർക്കും യൂട്യൂബ് ചാനലുള്ളവർക്കും ഒക്കെ ഇങ്ങനെ എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് അവസാനം വരെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം മെനുവിലേക്ക് ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ മെനുവിലേക്ക് പോവുക. മെനുവിൽ നിന്നും നമുക്ക് മൂവി സെറ്റിങ്സ് കിട്ടും. ഈ മൂവി സെറ്റിങ്സിൽ നമുക്ക് മൈക്രോഫോണിൻ്റെ ഈ ഒരു ഓപ്ഷൻ കിട്ടും. മൈക്രോഫോണിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഈ മൈക്രോഫോൺ കൂടുതലൊന്നുമില്ല, മാനുവലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. മാനുവലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഈ ക്യാമറയിലെ മൈക്രോഫോൺ ഓഫാകും. ക്യാമറയിലെ മൈക്രോഫോൺ ഓഫായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ മൈക്കാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 12-ലാക്കണം. അതെ, ഈ 12-ൽ കൂടുവാനോ കുറയാനോ പാടില്ല. അങ്ങനെ ഈ 12-ൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ മൈക്ക് വർക്ക് ചെയ്യും. കാരണം ക്യാമറയിലെ മൈക്ക് ഓഫാവുകയും നമ്മുടെ എക്സ്റ്റേണൽ മൈക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. അത്രയും കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് കൃത്യമായിട്ട് മലയാളത്തിൽ ഒരു വീഡിയോ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ തന്നെയും എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ മൈക്രോഫോൺ 12-ലിട്ടു. മാനുവലാണ് ഈ സൗണ്ട് റെക്കോർഡിങ് മാനുവലാക്കി അതിൻ്റെ സെൻസിറ്റിവിറ്റി നമ്പർ 12-ലാക്കി. ഇനി നമ്മൾ നമ്മുടെ മൈക്ക് കണക്ഷൻ കൊടുക്കണം. മൈക്ക് ഇവിടെ കുത്തണം. ഓക്കെ, നമ്മുടെ മൈക്ക് നമ്മൾ കുത്തി. ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ച ഈ ഒരു മൈക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലൊന്ന് റെക്കോർഡ് ചെയ്ത്, ഇതിൽ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട്, ഇതിൽ വീഡിയോ എടുത്ത് സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് അതുകൂടെ കേൾപ്പിക്കാം. നമ്മൾ റെക്കോർഡിങ് ഈ ഒരു എക്സ്റ്റേണൽ മൈക്ക് വെച്ച് നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ
ഏകദേശം ഒരു 50 മീറ്റർ പുറത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ദൂരപരിധി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ മൈക്കിൽ ഇപ്പോൾ ഈ ക്യാമറയിൽ DSLR ക്യാമറയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ഇത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് കൂടി നമുക്ക് കേൾക്കാം. ഏറ്റവും കൂടുതൽ പ്രയോജനം ഷോർട്ട് ഫിലിമും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാണ്. ഞാനത് റെക്കോർഡിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് മറ്റൊന്നുമില്ല ഇതിനകത്ത്. നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ DSLR ക്യാമറയുടെ മെനുവിലേക്ക് പോവുക. മെനുവിൽ നിന്നും നേരെ മൂവി സെറ്റിങ്ങിൽ മൈക്രോഫോൺ നമ്മൾ മാനുവലാക്കിയാൽ നമ്മുടെ ക്യാമറയിലെ ആ ഒരു മൈക്ക് ഓഫ് ആവുകയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്കിന് കണക്ഷൻ ആവുക. അതിനകത്ത് 12 നമ്പർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് എക്സ്റ്റേണൽ മൈക്ക് ഇതിനകത്ത് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് വർക്കാവും. ഇത് എനിക്ക് കിട്ടിയ ഒരു അറിവ്. ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നു ഇതിനെക്കുറിച്ചൊന്ന് അറിയാനുള്ള. പക്ഷേ മലയാളത്തിൽ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു കണ്ടത്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.